പ്രിലിമിനറി ബഡ്ജറ്റ് വേഴ്സസ് ഡീറ്റെയിൽഡ് ബഡ്ജറ്റ്, ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു സിനാരിയോ പറയാം. നമ്മൾ എങ്ങനെയാണ് ഒരു കോൺട്രാക്ടർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്ന് വരെയുള്ള ഒരു സിനാരിയോ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ബാക്കിയുള്ളത് പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ്. സോ ജസ്റ്റ് ഇമാജിൻ, നമ്മളെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു ലാൻഡ് ഉണ്ട്. വി ആർ ഗോയിങ് ടു ബിൽഡ് എ ബിൽഡിംഗ്. ഓക്കെ, നമ്മളൊരു ബിൽഡിംഗ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു ആർക്കിടെക്ചറിനെ അപ്രോച്ച് ചെയ്യും. ആർക്കിടെക്റ്റിനെ അപ്രോച്ച് ചെയ്തിട്ട് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കും അല്ലേ. പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഹൗ മച്ച് ഇറ്റ്സ് കോസ്റ്റ്. ഈ ഒരു വീടുണ്ടാക്കാൻ എത്ര പൈസയാവും എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. സോ ഈ കോസ്റ്റ് എന്ന് പറഞ്ഞ സാധനത്തിൽ നമ്മളെ കയ്യിൽ ആകെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേ ഔട്ടാണ്, ആർക്കിടെക്ചറൽ ലേ ഔട്ടാണ്. ഇത്ര ഏരിയ ഉണ്ട്, ഇന്ന് എന്താ ഫംഗ്ഷനിലാണ് അതിൽ വരുന്നത്, കാറ്റഗറീസ്, ലോ ലെവൽ കാറ്റഗറീസ്, മിഡ് ലെവൽ കാറ്റഗറീസ്, പ്രീമിയം ലെവൽ കാറ്റഗറി, ഏത് കാറ്റഗറിയിലാണ് നമ്മൾ ബിൽഡിംഗ് എടുക്കണമെന്നുള്ള ഒരു ഐഡിയ മാത്രം നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. ഓക്കെ, ഇതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്. സോ നമ്മൾ ഇനീഷ്യലി ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ബഡ്ജറ്റിനെയാണ് നമ്മൾ പറയുന്നത് പ്രിലിമിനറി ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർ സ്ക്വയർ ഫീറ്റ്, കാരണം വെച്ചാൽ ഏരിയ നമ്മുടെ കയ്യിലുണ്ട്, പെർ സ്ക്വയർ ഫീറ്റ് എത്ര കോസ്റ്റ് വരും എന്നുള്ളതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കുക. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരു ലോക്കൽ കോൺട്രാക്ടറെ വിളിച്ചിട്ട് എൻ്റെ വീടിൻ്റെ പണിയെടുക്കണം, സ്ട്രക്ചർ തീർക്കണം എന്ന് പറയുമ്പോൾ കോൺട്രാക്ടർ പറയും സ്ക്വയർ ഫീറ്റിന് 1500 രൂപ, അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റിന് 1200 രൂപ, പിന്നെ ഫുൾ സെറ്റ് എടുക്കണം, സ്ക്വയർ ഫീറ്റിന് 2500 രൂപ എന്നുള്ള കണക്കിലാണ് പറയുക. ദാറ്റ് ഈസ് പ്രിലിമിനറി ബഡ്ജറ്റ്. ഇത്ര സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട്, പെർ സ്ക്വയർ ഫീറ്റ് ഇത്രയാണ് പൈസ, ടോട്ടൽ ഇത്ര ബഡ്ജറ്റ് വരും. അതിൽ എന്തൊക്കെ വർക്കുകൾ വരുന്നുണ്ട്, എന്തൊക്കെ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, എത്ര ലോങ് ടൈമിലാണ് ഈ വർക്കുകൾ വരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ലിമിറ്റഡ് ആയിരിക്കും. ജസ്റ്റ് എന്താ പറയുക, ഒരു പ്രിലിമിനറി ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്കറിയാൻ പറ്റുള്ളൂ. നമ്മൾ പറയുക വെച്ച് കഴിഞ്ഞാൽ ഒരു 80% ആക്യുറസിയാണ് ഇതിന് പറയാം, ഈ ഒരു പ്രിലിമിനറി. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടണം നമ്മളുടെ പ്രോജക്റ്റ് ഹൗ മച്ച് കോസ്റ്റ് എന്നുള്ളൊരു കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക, ഏകദേശം ഒരു ബഡ്ജറ്റ് നമുക്ക് പറ്റിയൊരു ബഡ്ജറ്റിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൂവ് ഓൺ, നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം, അല്ലെങ്കിൽ നമുക്ക് ഡിസൈൻ ചേഞ്ച് ചെയ്യേണ്ടി വരും. അതിനാണ് പ്രിലിമിനറി ബഡ്ജറ്റ്സ് ഉണ്ടാക്കുന്നത്. ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യണം. ഓക്കെ, ബഡ്ജറ്റൊക്കെ പ്രിലിമിനറി, ഏകദേശം പൈസ ഓക്കെയാണ്, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടെൻഡറിങ്ങിലേക്ക് പോകും. ടെൻഡറിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പാണ് നമുക്ക് ഡീറ്റെയിൽ ഡ്രോയിങ്സ് ഒക്കെ കിട്ടും. സ്ട്രക്ചറിൻ്റെ ഡ്രോയിങ്, അതുപോലെ MEP ഡ്രോയിങ്, ഫിറ്റ് ഔട്ട് ഡ്രോയിങ്സ്, ഈ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ഇതനുസരിച്ച് നമ്മൾ BOQ പ്രിപ്പയർ ചെയ്യും. BOQ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും, ഡെപ്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതനുസരിച്ച് നമ്മൾ ഓരോ BOQയിൽ ഓരോ ലൈനായിട്ടത്തിനും നമ്മൾ എന്ത് ചെയ്യും, പ്രൈസ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള യൂണിറ്റ് പ്രൈസുകൾ നമ്മൾ ഇടും. അങ്ങനെ നമുക്ക് ഏകദേശം ഒരു ബഡ്ജറ്റ് കിട്ടും. ആ ബഡ്ജറ്റ് മാത്രം പോരാ, അത് ഓരോ ഐറ്റത്തിൻ്റെയും ബഡ്ജറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ടിജൻസീസ് ഉണ്ടാവാം, എന്താ പറയുക, എസ്കലേഷൻസ് ഉണ്ടാവാം, അങ്ങനെ പല പല കൺസൾട്ടൻസി ഫീ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ബഡ്ജറ്റ് കിട്ടും. ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിരിക്കും. ലൈക്ക് 95% ഓഫ് ആക്യുറേറ്റ് ആയിരിക്കും ആ ഒരു കോസ്റ്റ് ഉണ്ടാവുക. നല്ലൊരു ക്യൂസ് ആണെന്നുണ്ടെങ്കിൽ 95% ആക്യുറേറ്റ് നമുക്ക് ആ കോസ്റ്റ് ഉണ്ടാവും. ഈ എസ്റ്റിമേഷൻ ആയിരിക്കും നമ്മൾ കുറച്ചും കൂടി ഇൻ ഡെപ്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. സെൽഫ് എക്സ്പ്ലനേഷൻ ഉണ്ടാവും. ഇതിൽ എന്താണ്, ഇപ്പം സിവിൽ വർക്കിന് വൈ 1 million അല്ലെങ്കിൽ വൈ $2 million എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ വി ഷുഡ് ഹാവ് ബാക്കപ്പ്. നമ്മളെ കയ്യിലൊരു ബാക്കപ്പ് ഉണ്ടാവും. മറ്റേ വെച്ച് കഴിഞ്ഞാൽ സർ സ്ക്വയർ ഫീറ്റ് 2500 മാർക്കറ്റ് റേറ്റ്, ദാറ്റ്സ് ഓൾ. ഇത്ര ക്വാണ്ടിറ്റി ഓഫ് ഐറ്റംസ് വരുന്നുണ്ട്, ഓരോ ഐറ്റത്തിന് ഇത്രയാണ് ഏകദേശം പ്രൈസ് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഒരു ഡീറ്റെയിൽ ബഡ്ജറ്റിൻ്റെ ഒരു ബെനിഫിറ്റ്സ്. ഇനി ഇതിൻ്റെ ഒരു കമ്പാരിസൺ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് വെച്ചാൽ ആക്യുറസി പ്രിലിമിനറി ബഡ്ജറ്റിൽ ആക്യുറസി കുറവാണ്, ഏകദേശം 80% ഉണ്ടാവുള്ളൂ. ഡീറ്റെയിൽ ബഡ്ജറ്റിന് ഏകദേശം 95% ആക്യുറസി ഉണ്ടാവും. ഇനി സ്കോപ്പ് നമുക്ക് പ്രിലിമിനറി ബഡ്ജറ്റിൽ ലിസ്റ്റ് ഓഫ് പാക്കേജസ് മാത്രമേ ഉണ്ടാവും. ഇപ്പോൾ സിവിൽ വർക്ക് ഇത്ര പൈസ, MEP വർക്ക് ഇത്ര പൈസ, ഫിറ്റ് ഔട്ട് വർക്ക് ഇത്ര പൈസ, എക്സ്റ്റേണൽ ഡെവലപ്മെൻറ്റ് ഇത്ര പൈസ, വാട്ടർ പ്രൂഫിങ് ഇത്ര, അങ്ങനെ ഉണ്ടാവുള്ളൂ. നമ്മൾ എന്താ പറയുക, ഒരു ഡീറ്റെയിൽ ബഡ്ജറ്റാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് ഓരോ കാര്യത്തിനും ഇത്ര പൈസ ഉണ്ടെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് വേണം. ഓരോ സ്കോപ്പ് എന്തൊക്കെയാണ്, അതിലെന്തൊക്കെയാണ് വരുന്നത്, ഇത്രയൊക്കെയാണ് അതിന് കോസ്റ്റ് വരുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ട് അതിലുണ്ടാവും. ഇനി ഇതെപ്പോഴാണ് ഉണ്ടാക്കണമെന്നുള്ളത് ഒന്നെന്ന് പറയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏർലി സ്റ്റേജ് ഓഫ് പ്രൊജക്റ്റ്, അതായത് നമ്മൾ ആർക്കിടെക്ചർ ഡ്രോയിങ് മാത്രം ഉണ്ടാക്കിയുള്ള സമയത്താണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, പ്രിലിമിനറി ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്.
ഡീറ്റെയിൽ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത് ടെൻഡർ സ്റ്റേജിലാണ്. ടെൻഡർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രീൻ ലൈറ്റ് കിട്ടി, ഗ്രീൻ സിഗ്നൽ കിട്ടി, നമ്മൾ വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ ഉണ്ടാക്കുക. ഇനി പർപ്പസ്, പ്രിലിമിനറി ബഡ്ജറ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും എന്താണ്, ആ പ്രോജക്റ്റ് നമുക്ക് ഫീസിബിൾ ആണോ, ഇത്ര പൈസ കൊണ്ട് തീർക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ പർപ്പസ് ഇത് യൂസ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ബഡ്ജറ്റിൽ തന്നെയാണോ പോണത്, കോൺട്രാക്റ്റ് എടുക്കുമ്പോൾ ഈ കോൺട്രാക്ടർക്ക് ഈ ബഡ്ജറ്റിൽ തന്നെയാണോ വർക്ക് കൊടുത്തുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, പ്രിലിമിനറി ബഡ്ജറ്റ് ഇനീഷ്യലി ഇത് ഫീസിബിൾ ആണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനും, ഡീറ്റെയിൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്താണ് ഫ്ലെക്സിബിലിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏകദേശം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. പ്രിലിമിനറി ബഡ്ജറ്റ് ഓഫ് കോഴ്സ് വളരെ ഫ്ലെക്സിബിളാണ്. കാരണം വെച്ചാൽ 80% ആക്യുറേറ്റ് ഉള്ളൂ, അതുകൊണ്ട് ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും അല്ലേ. കാരണം വെച്ചാൽ കുറച്ചും കൂടി ഇനീഷ്യൽ ഡെപ്തിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി മാറാനുള്ള ചാൻസുകൾ കൂടുതലായിരിക്കും. ഡീറ്റെയിൽ ബഡ്ജറ്റാണ് ഓൾമോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങളൊക്കെ ഓൾറെഡി അണ്ടർസ്റ്റാൻഡ് ചെയ്തു, ഫിക്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം ചേഞ്ചസ് വരുന്നത് വെച്ചാൽ 5% ആണ്. ഓക്കെ, സോ അതാണ് അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി. ഇനി ലെവൽ ഓഫ് ഡീറ്റെയിലിംഗ്, നേരത്തെ പറഞ്ഞ സ്കോപ്പ് പറഞ്ഞാൽ തന്നെ പ്രിലിമിനറി ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെ ലെവൽ 1 എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അതിനെയാണ് നമ്മൾ പ്രിലിമിനറി ബഡ്ജറ്റിൽ പറയാം. ഡീറ്റെയിൽ ബഡ്ജറ്റാണ് ലെവൽ 3 അല്ലെങ്കിൽ ലെവൽ 5 ഡീറ്റെയിൽഡിങ് ആയിരിക്കും. കുറച്ചും കൂടി ഇൻ ഡെപ്തിൽ കാര്യങ്ങൾക്ക് ഓരോന്നിനും ബാക്കപ്പ് ഉള്ള ഒരു സാധനമായിരിക്കും ഡീറ്റെയിൽഡ് ബഡ്ജറ്റ്. ഇനി എന്താ പറയുക, യൂസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, എന്തിനാണ് നമ്മളിത് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി നമ്മളെന്താണ് ഈ പ്രൊജക്റ്റ് ഫീസിബിൾ ആണോ അല്ലയോ എന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനീഷ്യലി പ്രിലിമിനറി ബഡ്ജറ്റ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ബഡ്ജറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി വാല്യൂ എഞ്ചിനീയറിങ് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി ഡിസിഷൻസ് എടുക്കാൻ പറ്റും. കാരണം വെച്ചാൽ നമുക്ക് നമ്മളതിൽ ബാക്കപ്പ് ഡാറ്റ ഉണ്ട്, ഓരോ കാര്യത്തിലും നമുക്ക് ബാക്കപ്പ് ഡാറ്റ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെയല്ല ഇങ്ങനെ മാറ്റാം, ഇങ്ങനെയല്ല ഇങ്ങനെ മാറ്റാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോഴാണ് എന്താണ് വരിക, നമുക്ക് ഡിസിഷൻസ് കുറച്ചും കൂടി ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. മറ്റത് യെസ് ഓർ നോ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിലിമിനറി ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്താണ് യൂഷ്വലി ഒരു കമ്പയർ ചെയ്യുമ്പോൾ പ്രിലിമിനറി ബഡ്ജറ്റ് ആൻഡ് ഡീറ്റെയിൽ ബഡ്ജറ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിഫറൻസ്. ബോത്ത് ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പ്രൊജക്റ്റിൽ ഈ 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഒരു കാര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊജക്റ്റ് റൺ ആവില്ല, മറ്റേ കാര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊജക്റ്റ് സക്സസ് ആക്കാൻ പറ്റില്ല. ഒന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റിൻ്റെ ഗ്രീൻ സിഗ്നൽ കിട്ടണം, മറ്റേത് നമ്മൾ പറഞ്ഞ ബഡ്ജറ്റ് തീർക്കണമെങ്കിൽ ഡീറ്റെയിൽ ബഡ്ജറ്റ് വേണം. പ്രിലിമിനറി ബഡ്ജറ്റ് ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെ ബുദ്ധിമുട്ടാകും. സോ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ബഡ്ജറ്റ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. സോ എന്താണ് പ്രിലിമിനറി ബഡ്ജറ്റ്, അതുപോലെ എന്താണ് ഡീറ്റെയിൽഡ് ബഡ്ജറ്റ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് 1 by 1 ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അവരും നോളജ് ഗെയിൻ ചെയ്യട്ടെ, ഇൻഡസ്ട്രിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ. സോ താങ്ക് യു എവരി വൺ. ഹാവ് എ നൈസ് ഡേ.